എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് രണ്ട് പാനലുകൾ എങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ്. അതായത് രണ്ട് കമ്പനികളുടെ രണ്ട് പവർ റേറ്റിംഗ് അല്ലെങ്കിൽ രണ്ട് വാട്ട്സ് ഡിഫറൻസ് ഉള്ള രണ്ട് പാനലുകൾ എങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു പോളി ക്രിസ്റ്റൽ പാനലും മോണോ ക്രിസ്റ്റൽ പാനലും മിക്സ് ചെയ്ത് ഉപയോഗിക്കാമോ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 1 കിലോവാട്ട് ഓൾറെഡി എൻ്റെ വീട്ടിലുണ്ട്, നമുക്ക് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യണം, ഒരു 1-2 പാനൽ ആഡ് ചെയ്ത് അതിനൊരു 2 കിലോവാട്ട് ആക്കി മാറ്റാൻ പറ്റുമോ, അങ്ങനെ മാറ്റുന്നത് ലാഭകരമാണോ എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഓൺ ഗ്രിഡ് ആണെങ്കിലും ഓഫ് ഗ്രിഡ് ആണെങ്കിലും നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മുടെ പാനലുകളെ നമ്മൾ കണക്ട് ചെയ്യുക. ഒന്ന് നമ്മൾ സീരീസ് ആയിട്ടും രണ്ട് നമ്മൾ പാരലായിട്ടും കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ ഒരു പാനലിൻ്റെ ബാക്ക് സൈഡ് പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് എത്ര വാട്ട്സിൻ്റെയാണ്, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ കറൻറ്റ്, എത്രയാണ് അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, അതിൻ്റെ പീക്ക് വോൾട്ടേജ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന എനിക്കൊരു ലൂമിനസ് എന്നൊരു പാനലിൻ്റെ പവർ റേറ്റിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പവർ റേറ്റിങ്ങും കാര്യങ്ങളും എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. നമ്മുടെ അഡീഷണൽ പാനൽ ഇപ്പോൾ കൂടാണ്ട് പവർ റേറ്റിംഗ് ഡിഫറൻസ് ഉള്ള ഒരു പാനലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പാനലിൻ്റെ പവർ റേറ്റിങ്ങും കറണ്ട് റേറ്റിങ്ങും അതിൻ്റെ വോൾട്ടേജ് റേറ്റിങ്ങും, അതായത് പീക്ക് വോൾട്ടേജ്, പീക്ക് കറണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി വെക്കണം. ഇപ്പോൾ ഇതൊരു ലൂമിനസിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ആണ്, ഒരു 398 വാട്ട്സിൻ്റെ ഒരു പാനലിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ വോൾട്ടേജ്, അതായത് VMP എന്ന് പറയുന്നത് 42.99ഉം അതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 9.27ഉമാണ്. നമ്മൾ ഈ ടോട്ടൽ വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് W മീൻസ് വാട്ട്സ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു IMP ഇൻറ്റു VMP നമ്മൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വാട്ട്സ് 398 കിട്ടുന്നത്. ഇങ്ങനൊരു സ്പെസിഫിക്കേഷൻസ് നമ്മുടെ എല്ലാ പാനലും ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര വാട്ട്സിൻ്റെ ആണെന്നുള്ള പാനൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലാണ് നമ്മൾ നമ്മുടെ പാനലുകളെ ആഡ് ചെയ്യുക. അതായത് ഒന്ന് സീരീസ് ആയിട്ടും ഒന്ന് പാരലായിട്ടും. അപ്പോൾ ഈ സീരീസ് കണക്ഷൻ എന്താണെന്ന് നോക്കാം. സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാനലാണ്. അതായത് നമ്മൾ 3 പാനലുകൾ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് 398ൻ്റെ 3 പാനലുകൾ. ഈ 3 പാനലുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ എങ്ങനെ വെച്ച് സീരീസിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 3 ബാറ്ററി ഇതേപോലെ നമ്മൾ ടോർച്ചിലും റിമോട്ടിലൊക്കെ ഇടുന്ന ഒരു ബാറ്ററി ഉണ്ടല്ലോ, ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട്, ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സീരീസ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൻ്റെ പോസിറ്റീവ് മറ്റേ നെഗറ്റീവായി കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വാട്ട്സ് നമ്മൾ എത്ര 3 പാനലുകളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1196.85 വാട്ട്സാണ് നമുക്ക് ടോട്ടലായിട്ട് കിട്ടുക. ഈ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, നമ്മുടെ വോൾട്ടേജ് കൂടി വരും. അതായത് ഓരോ പാനലിലും എത്ര വോൾട്ടേജാണ് ആ 3 പാനലുകളും സമ്മായിരിക്കും, അതിൻ്റെ ടോട്ടൽ തുകയായിരിക്കും നമ്മുടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 42.993 അതായത് 128.97 വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും അതേസമയം നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് 9.27 തന്നെ ആയിരിക്കും. അതായത് നമ്മൾ സീരീസ് കണക്ഷനിൽ കറണ്ട് കൂടുകയില്ല എന്നർത്ഥം, വോൾട്ടേജ് മാത്രമാണ് കൂടി വരിക. അപ്പോൾ ഇതാണ് സീരീസ് കണക്ഷൻ. ഇനി നമ്മൾ പാരലൽ കണക്ഷൻ എടുക്കുക. പാരലൽ കണക്ഷൻ എടുക്കുമ്പോഴും നമ്മുടെ ടോട്ടൽ വാട്ട് എന്നുള്ളത് സെയിം ആയിരിക്കും, അതായത് 1196.85. പക്ഷേ ഈ ഒരു പാരലൽ കണക്ഷനിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടാണ് കൂടി വരിക. ഓക്കെ, ഈ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാറ്ററി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാത്രം തമ്മിൽ ഷോർട്ട് ചെയ്യുക. ഇവിടെ വോൾട്ടേജ് നമുക്ക് ചേഞ്ച് ആവുകയില്ല, കറണ്ട് മാത്രമാണ് കൂടി വരിക. ഇതും നമ്മൾ ഇപ്പോൾ 9.27 എന്നാണ് കറണ്ട്, അതിൻ്റെ 3 പറയുമ്പോൾ നമുക്ക് 27.81 വരും. അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോഴും, അതായത് ടോട്ടൽ വോൾട്ടേജിൻ്റെ കറണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാട്ട് സെയിം ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും നമുക്ക് വേറെ ഒരു പാനൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് വോൾട്ടേജ് റേറ്റിംഗ്, കറണ്ട് റേറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ വാട്ട്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന വാട്ട്സ് കിട്ടുക എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 445 വാട്ട്സിൻ്റെ ഒരു മോണോ ക്രിസ്റ്റൽ പാനലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. 445 വാട്ട്സിൻ്റെ പാനലിൻ്റെ വോൾട്ടേജ് എത്രയാണ്, 41.19ഉം അതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് 10.81ഉമാണ്. അതായത് നമ്മളെ രണ്ട് പാനലുകളും തമ്മിൽ കറണ്ട് റേറ്റിംഗും വോൾട്ടേജ് റേറ്റിംഗും ഡിഫറൻസ് എന്ന് നടത്തും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കറണ്ട് റേറ്റിംഗും വോൾട്ടേജ് റേറ്റിംഗും തമ്മിലുള്ള പാനലുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ഞാൻ നോക്കുന്നത്. അതായത് ഇവിടെ വോൾട്ടേജ് നമുക്ക് കൂടും, അതായത് ടോട്ടൽ വോൾട്ടേജ് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാതിൻ്റെയും കൂടി വോൾട്ടേജ് കൂടി വരും, അതായത് 170.06 കിട്ടും. എന്നാൽ കറണ്ട് റേറ്റിംഗ് എന്നുള്ളത് 9.27 ആണ്. അത് ഏത് പാനലാണോ നമ്മൾ ടോട്ടൽ പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത്, ഏത് പാനലിനാണോ കുറവ് കറണ്ട്, ആ കറണ്ട് റേറ്റിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഫലത്തിൽ എന്താണ് സംഭവിക്കുക, നമ്മുടെ വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മുടെ പവർ ഡ്രോപ്പാണ് സംഭവിക്കുന്നത്. ആക്ച്വലി നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്, 1641 കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് എത്ര കിട്ടുള്ളൂ, 1576 കിട്ടുകയുള്ളൂ. അത് ഈ കറണ്ട് വോൾട്ടേജ് ഗുണിക്കുമ്പോൾ. അപ്പോൾ
ഇതാണ് നമുക്ക് ഏകദേശം ഒരു 65 വാട്ട്സിൻ്റെ ലോസാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് 65 വാട്ട്സേ നഷ്ടപ്പെടുന്നുള്ളൂ. കാരണം നമ്മുടെ വോൾട്ടേജും ഇത് തമ്മിൽ കാര്യമായൊരു ഡിഫറൻസ് വരാത്തത് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നല്ല ഡിഫറൻസ് ഉള്ളൊരു വോൾട്ടേജ് റേറ്റിങ്ങും അതുപോലെ കറണ്ട് റേറ്റിംഗ് ആണ് കൂട്ടുന്നതെങ്കിൽ നമുക്ക് വലിയൊരു ലോസ് ആയിരിക്കും വരിക. അത് നമ്മൾ ഉദ്ദേശിച്ചൊരു ഫലം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുകയില്ല. ഓക്കെ, ഇനി നമുക്ക് പാരലൽ കണക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാരലൽ കണക്ഷനിൽ നോക്കാം. ഈ പാരലൽ കണക്ഷനിൽ നമ്മൾ ഈ സെയിം ഒരു പാനൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? പാരലൽ കണക്ഷനിൽ നമ്മുടെ വോൾട്ടേജ് എന്ന് കണ്ടില്ലേ, അതായത് നമുക്ക് ഏറ്റവും കുറവ് വോൾട്ടേജ് ഏത് പാനലിനാണ് ആ വോൾട്ടേജ് മാത്രമാണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. കറണ്ട് നമുക്ക് ആഡ് ചെയ്ത് വരും. അതായത് നമ്മൾ ഏത് പാനൽ ആഡ് ചെയ്താലും അതിൻ്റെ കറണ്ട് റേറ്റിംഗ് ആഡ് ചെയ്ത് വരും. നമുക്കിവിടെ ആക്ച്വലി കിട്ടേണ്ടത് 1641 വാട്ട്സ് ആണ്. പക്ഷേ നമുക്ക് ഇവിടെ വോൾട്ടേജ് ഒന്നിൻ്റെ കുറവായതുകൊണ്ട് അത് നമുക്ക് 1590 കിട്ടുന്നത്. അതായത് നമുക്കൊരു 51 വാട്ട്സിൻ്റെ നഷ്ടം നമുക്ക്, അതായത് ലോസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ, അതായത് 9.27ഉം 10.81ഉം. അപ്പോൾ ഈ ഒരു കേസിലും നമുക്ക് വളരെ ചെറിയൊരു വോൾട്ടേജ് ഡിഫറൻസ് ആണുള്ളൂ, അതായത് 41.19ഉം 42.99. അതുകൊണ്ടാണ് നമുക്ക് വളരെ ചെറിയൊരു ലോസ്. ഇവിടെയും നമ്മൾ വലിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേസിൽ നമുക്കത് വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന പാനലുകൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പുതിയ പാനലുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലോസ് അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതായത് ആ ലോസ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏകദേശം ഈക്വലായി വരുന്ന ഒരു വോൾട്ടേജും കറണ്ട് റേറ്റിംഗും ഉള്ള ഒരു പാനൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഡ്രോപ്പ് വരികയുമില്ല. എന്നാൽ നമ്മുടെ അതായത് നമ്മുടെ ആഡ് ഓൺ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു വോൾട്ടേജ് ഡിഫറൻസ് ആണെങ്കിൽ നിങ്ങൾക്കത് കാര്യമായ എഫക്റ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടിനുള്ളൊരു റിട്ടേൺ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.